ഹരേ കൃഷ്ണ. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ കാഴ്ചകൾ എന്നും ഭക്ത മനസ്സുകൾക്ക് കുളിർമയേകുന്നത് തന്നെയാണ്. ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഭഗവാൻ ഒരു മിടുമിടുക്കൻ ഉണ്ണിക്കണ്ണനായിട്ടാണ് എല്ലാവർക്കും ദർശനം നൽകിയത്. കളഭാഭിഷേകത്തിന് ശേഷം സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന മുരളീധരൻ്റെ രൂപമാണ് ഇന്നുണ്ടായിരുന്നത്. അധികം തടിയൊന്നുമില്ലാത്ത എന്നാൽ തേജസ് തുളുമ്പുന്ന ഒരു സുന്ദര രൂപമാണ് ഇന്നത്തെ അലങ്കാരത്തിൽ തെളിഞ്ഞുണ്ടായിരുന്നത്. ഭഗവാൻ തൻ്റെ കാൽപാദങ്ങൾ പിണച്ചുവെച്ച് ശരീരം അല്പം ചരിച്ചു പിടിച്ച് നിൽക്കുന്ന ആ നിൽപ്പ് ത്രിഭംഗി എന്നാണ് പറയുക. പ്രപഞ്ചത്തിൻ്റെ താളലയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുണ്ടോടടുപ്പിച്ചു വെച്ച പൊൻവേണുവിലൂടെ അനന്തമായ വേണുഗാനം പൊഴിക്കുന്ന ഭഗവാന്റെ മുഖത്തുള്ള ആ പുഞ്ചിരി ഭക്തരുടെ സകല ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുകയാണ്. ആ സ്വർണ്ണ ഗോപികൾ തൊട്ട കവിൾത്തടങ്ങളും മന്ദഹാസവും സാക്ഷാൽ കാരുണ്യഗംഗയുടെ ഒഴുക്കുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. വെളുത്ത പട്ടുകസവോടുകൂടി ഭംഗിയായി ഇങ്ങനെ ഞൊറിഞ്ഞൊടുത്ത് നിൽക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി. ഇത് ഭഗവാന്റെ പരിശുദ്ധിയെയും നിർമ്മലമായ ജ്ഞാനത്തെയുമാണ് അടയാളപ്പെടുത്തുന്നത്. അരയിലെ കിങ്ങിണിയും കഴുത്തിൽ മനോഹരായ മാങ്ങമാലയും പതക്കങ്ങളും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഭഗവാന്റെ ഐശ്വര്യത്തെ വിളിച്ചോതുകയാണ്. പാദങ്ങളിൽ ചാർത്തിയ പൊൻതളകൾ ഓരോ ഭക്തനും അഭയം പ്രാപിക്കേണ്ട ആ തൃപ്പാദങ്ങളുടെ മഹിമ വർദ്ധിപ്പിക്കുകയാണ്. പൊന്നിൻ കിരീടത്തിന് മുകളിൽ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ചുവന്ന തെച്ചിപ്പൂക്കൾ ചാർത്തിയിട്ടുള്ളത്. ഭഗവാന്റെ തേജസ്സിനെ കാണിക്കുന്നതാണത്. കഴുത്തിൽ ഒരു വെള്ള ഉണ്ടമാലയാണ് ചാർത്തിയിട്ടുള്ളത്. വെളുത്ത പൂക്കൾ കൊണ്ട് നല്ല കട്ടിയിൽ ഉരുണ്ട രൂപത്തിൽ തന്നെയാണ് മാല കോർത്തിട്ടിട്ടുള്ളത്. അത് ഭഗവാന്റെ ലാളിത്യത്തെയും സ്നേഹത്തെയുമാണ് ആ വെളുത്ത പൂക്കൾ സൂചിപ്പിക്കുന്നത്. ഈ ഉണ്ടമാലയുടെ താഴെയായിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സ്പർശിച്ചു നിൽക്കുന്ന തുളസീദളങ്ങൾ ഉണ്ട്. ഭക്തന്റെ വിനയത്തെയും സമർപ്പണത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ് ആ തുളസീദളങ്ങൾ കാൽച്ചുവട്ടിലുള്ളത്. ശ്രീലകത്ത് വിരാജിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് പുഞ്ചിരിച്ചു നിൽക്കുകയാണ്. വൈദർഭിയായ രുക്മിണീദേവിയുടെ പ്രിയപ്പെട്ടവൻ, ഭാഗവതത്തിൻ്റെ സാരം, ജ്ഞാനയോഗത്തിൻ്റെ പൊരുൾ, ഇങ്ങനെയൊക്കെ ഭഗവാനെ ധ്യാനിക്കുന്നത് തന്നെ പരമമായ മോക്ഷമാണ്. ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ നമ്മുടെ അഹന്തകളും സങ്കടങ്ങളും എല്ലാം ഇല്ലാണ്ടാവും. ഭഗവാനിലേക്ക് നമ്മളെ സമർപ്പിക്കാൻ കഴിയുമെന്നാണ്. ആത്മാവും പരമാത്മാവും ഒന്നാവാനുള്ള ആദ്യപടി തന്നെയാണ്. നമുക്കെല്ലാവർക്കും നാരായണ ജപത്തോടെ ആ മുരളീധരനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ തന്നെയുള്ള ആ ഉണ്ണിക്കണ്ണൻ സകല ആപത്തുകളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ തൃപ്പാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നാരായണ നാമം ജപിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.